ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ക്രെയിൻ കൊക്കിനെ പറ്റിയാണ്. ആദിമ ക്രെയിൻ കൊക്കുകൾ ആദ്യം യൂറോപ്പ്, ഏഷ്യ ഭൂഖണ്ഡങ്ങളിൽ ഉണ്ടായിരുന്നു. പിന്നീട് കാലാവസ്ഥ മാറ്റങ്ങളും ഭൂഖണ്ഡങ്ങളുടെ ബന്ധങ്ങളും കൊണ്ട് ആഫ്രിക്ക, വടക്കേ അമേരിക്ക, കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലേക്ക് പടർന്നു. ഇന്ന് കാണുന്ന ക്രെയിൻ കൊക്കുകൾക്ക് സമാനമായ എല്ലുകളുടെ ഫോസിലുകൾ ജർമ്മനി, ഫ്രാൻസ്, US, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ക്രെയിൻ പക്ഷികളുടെ പൂർവികർ ഇയോസീൻ യുഗത്തിൽ ഏകദേശം 40-50 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നു എന്നാണ് ശിലാജാല തെളിവുകൾ സൂചിപ്പിക്കുന്നത്. ക്രെയിൻ എന്ന് വിളിക്കുന്ന പക്ഷികൾ പാലിയോഗ്നാത്ത് വിഭാഗത്തിൽപ്പെടുന്ന വളരെ പുരാതന വംശ പരമ്പരയുള്ള പക്ഷികളാണ്. ഇവയുടെ ശാസ്ത്രീയ കുടുംബനാമം ഗ്രൂയിഡേ എന്നാണ്. ക്രെയിൻ കൊക്കുകൾ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വികസിക്കാനുണ്ടായ കാരണങ്ങൾ ജലാശയ ജീവിതത്തിന് അനുയോജ്യമായി പരിണമിച്ചതുകൊണ്ടാണ്. ഈ പക്ഷികൾക്ക് നീളം കൂടിയ കാലുകൾ വെള്ളത്തിൽ നടക്കാനും ഇര തേടാനും സഹായിക്കുന്നു. അവയുടെ നീളമുള്ള കഴുത്ത് വെള്ളത്തിൽ ദൂരം നോക്കി ഇര പിടിക്കാൻ അവയെ സഹായിക്കുന്നു. ക്രെയിൻ പക്ഷികൾക്ക് ദൈർഘ്യമേറിയ പ്രയാണത്തിനുള്ള കഴിവ് അവയുടെ വലിയ ചിറകുകൾ 1000 കിലോമീറ്റർ ദൂരം പറക്കാനായി അവയെ സഹായിക്കുന്നു. ഇവയിൽ പല ഇനങ്ങളും ഇന്ന് വാർഷിക കുടിയേറ്റക്കാരാണ്. ഈ പക്ഷികളും പുരാതന ക്രെയിൻ പക്ഷി വർഗവും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്തതിനാൽ അവയുടെ ശരീരഘടനയിൽ ഇപ്പോഴും ഏറെ മാറാത്ത പക്ഷിവർഗമായി കരുതുന്നു. ഇന്ന് ലോകത്ത് 15-16 ക്രെയിൻ ഇനങ്ങളാണ് ഉള്ളത്. ക്രെയിൻ കൊക്കുകൾ ചതുപ്പുകൾ, കായലുകൾ, തടാകങ്ങൾ, ജലനിരപ്പുള്ള വയലുകൾ എന്നിവിടങ്ങളിലാണ് താമസം. ഇവ രാവിലെ പുലർച്ചെ ഭക്ഷണം തേടാൻ ഇറങ്ങുന്നു. ഉച്ച സമയങ്ങളിൽ ശാന്തമായി ജലതീരത്തോ ചെളിക്കുടിലുകളിലോ വിശ്രമിക്കാറാണ് പതിവ്. വൈകിട്ട് വീണ്ടും ഭക്ഷണത്തിനുള്ള സമയവും പിന്നീട് കൂട്ടമായുള്ള സഞ്ചാരവുമാണ് ഈ പക്ഷികൾ ചെയ്യാറുള്ളത്. ക്രെയിൻ പക്ഷികൾ സർവഭക്ഷികളാണ്. അവ മീനുകൾ, തവളകൾ, ചെറുപാമ്പുകൾ, കീടങ്ങൾ, കിഴങ്ങുകൾ, നെല്ല്, ധാന്യങ്ങൾ, വെള്ളച്ചെടികളുടെ വേരുകൾ മുതലായവ ഭക്ഷിക്കുന്നു. സാധാരണയായി ഈ ക്രെയിൻ കൊക്കുകൾക്ക് ജീവിതകാലം മുഴുവൻ ഒരു ഇനം മാത്രമായി ജീവിക്കുന്നവയാണ്. ജോഡിയായി സഞ്ചരിക്കുക പതിവാണ്. കൂട്ടമായി പറക്കലും താമസവും ഇവരുടെ മുഖ്യ സ്വഭാവമാണ്. ഇണകൾ തമ്മിൽ ബന്ധം ഉറപ്പിക്കാൻ നൃത്തം പോലുള്ള ചലനങ്ങൾ ഇവ ചെയ്യാറുണ്ട്. ഈ പക്ഷികളുടെ പ്രജനന രീതി എന്ന് പറയുന്നത് വെള്ളമുള്ള തീരങ്ങളോട് ചേർന്നായിരിക്കും ഇവയുടെ പുല്ല് കൂട് നിർമ്മിക്കുന്നത്. കൂട്ടിൽ 1-2 മുട്ടകൾ മാത്രം പെൺപക്ഷി ഇടുന്നു. അടിയിരുപ്പ് കാലം 28-32 ദിവസമായിരിക്കും. ആൺപക്ഷിയും പെൺപക്ഷിയും ചേർന്ന് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നു. കുഞ്ഞുങ്ങൾ പൊട്ടിയിറങ്ങിയ ഉടനെ നടക്കാൻ ആരംഭിക്കും. അമ്മ പക്ഷി കുഞ്ഞുങ്ങളെ വഴി നടത്തുന്നു. അച്ഛൻ പക്ഷി അവയ്ക്ക് കാവൽ നിൽക്കുകയും ചെയ്യുന്നു. ഈ കുഞ്ഞുങ്ങൾ പറക്കാൻ ആകണമെങ്കിൽ 6-8 ആഴ്ച വേണ്ടിവരുന്നു. ക്രെയിൻ കൊക്കുകളിൽ ചില ഇനങ്ങൾ ശീതകാലത്ത് ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്ത് ചൂടുള്ള പ്രദേശങ്ങളിലേക്ക് മാറുന്നു. ഈ പക്ഷികൾ അവരുടെ ഇണയെ തിരിച്ചറിയാനും കൂട്ടവുമായി ബന്ധപ്പെടാനുമാണ് ശബ്ദം ഉപയോഗിക്കുന്നത്. ദൂരത്തേക്ക് കേൾക്കുന്ന ഉച്ചത്തിലുള്ള വിളികൾ ഉണ്ടാക്കാൻ ഇവയ്ക്ക് കഴിയുന്നു. സാധാരണ ജീവിതത്തിൽ ഈ ക്രെയിൻ കൊക്കുകൾ 20-30 വർഷം വരെ ജീവിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.